എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ്. പിന്നെ ഈ നട്ടുച്ച നേരത്ത് ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ വെയിലല്ലാണ്ട് വേറെ എന്തെങ്കിലും വരുമോ അല്ലേ? അപ്പം ഞാനും അമ്മയും കൂടെ കുറച്ച് അധികമൊന്നുമില്ല, കുറച്ച് ഒരു പ്രോഗ്രാമിന് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പം നല്ല വെയിലും ഉണ്ട്. മഴ പെയ്യില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ റെഡിയായിട്ട് നിൽക്കുവാണ്. അമ്മ ഇറങ്ങണ ഒരു താമസം. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തോടെ നടന്ന് ഞാൻ പോകുവാണ്. വേറെ എങ്ങോട്ടുമല്ല. ഇവിടെ ഒരു പ്യൂരിഫയർ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യണം. അതിനു വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അവിടെ ഭയങ്കര വെയിലാണോ? ഇത് നോക്കൂ, നമ്മുടെ വാഴത്തോട്ടം. ഇവിടെ മുഴുവനും കാട് കയറി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ആകെയും കൂടെയൊക്കെ ആയിരുന്നു ഇത് ക്ലീൻ ചെയ്തിരുന്നത്. അപ്പം ഓക്കെ, ഇപ്പോൾ സെറ്റായി. കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് കളയുമ്പോഴത്തേനും വാഴ പഴങ്ങൾ ഉണ്ടാവും. അന്നേരം അടിപൊളിയായിരിക്കും. സോ ചെറിയൊരു ട്രൈപ്പോഡാണ് ഞാൻ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അധികമൊന്നും അങ്ങനെ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയെന്ന് വരത്തില്ല. സോ ഇതാണ് നമ്മുടെ വാഴത്തോട്ടം. ആണെങ്കിൽ ഒരുപാട് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് വർത്താനം പറയുമായിരുന്നു. ഇനി ബാലൻസ് പറയുന്നതിന് മുമ്പ് നമുക്ക് പ്യൂരിഫയർ ഒന്ന് ക്ലീൻ ചെയ്യാം. പ്യൂരിഫയർ ഇവിടെ ക്ലീൻ ചെയ്യട്ടെ, അന്നേരം നമുക്ക് വർത്താനം പറയാം. അപ്പം അതായത് ഞാൻ പറഞ്ഞു വന്ന കാര്യം, ചെറുപ്പത്തിൽ എനിക്ക് വർത്താനം പറയാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് മാറി. ചെറുപ്പത്തിലൊക്കെ ഞാൻ എക്സ്ട്രീംലി വർത്താനം പറയായിരുന്നു. ആരെന്നോട് വർത്താനം പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് ഏച്ച് കെട്ടിച്ചെന്ന് വർത്താനം പറയുന്ന ഒരു ടൈപ്പായിരുന്നു. ഇപ്പം കംപ്ലീറ്റ്ലി അത് മാറി കേട്ടോ. ഇപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മിണ്ടിയാൽ ഞാൻ മിണ്ടും. ഇപ്പോൾ പരിചയമില്ലാത്ത ഒരു വ്യക്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി മിണ്ടുമായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു ക്യാരക്ടറൊക്കെ മാറി. നമ്മുടെ അടുത്ത് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളവരിൽ മാത്രമേ ഞാൻ അത്ര ഇൻട്രോവേർട്ട് ആവത്തുള്ളൂ. ഇപ്പം എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതീ നാട്ടം. പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും ഞാൻ വർത്താനം പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പറയണ്ടേ എന്നൊരു ഒരു പിടുത്തം കിട്ടാത്തൊരവസ്ഥയാണ്. സാരമില്ല, പയ്യെ മാറി വരും. നമ്മളൊക്കെ ക്ലോസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫൈനലി നമ്മൾ ഒരു 500 എബവ് സബ്സ്ക്രൈബേഴ്സോളം ആയിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, ഇന്ന് സാറ്റർഡേ ആണ്. ഞാനും അമ്മയും കൂടെ ചെറുതായിട്ടൊന്ന് കറങ്ങാനൊന്നും പോവല്ല, ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവാണ്. അമ്മയുടെ ബന്ധത്തിലുള്ള ഒരു അങ്കിളിൻ്റെ ചരമവാർഷികത്തിന് പോകുവാണ്. അപ്പം ഞാൻ ഓർത്തു ചെറിയൊരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്നുള്ളത്. ആ ഒരു പോകുന്ന വഴി വേറെ പലയിടങ്ങളിലായിട്ട് കയറുമായിരിക്കും. നോക്കട്ടെ എന്തൊക്കെ എടുക്കാൻ പറ്റും അത്രയൊക്കെ ക്യാപ്ചർ ചെയ്യും. സോ ഗൈസ്, വെൽക്കം ടു another episode of Anmavi's YouTube. നമ്മുടെ സ്ഥിരം സഞ്ചാരവാഹിനിയും കൊണ്ട് നമ്മൾ ഇറങ്ങി അവിടെ എത്തി. ഞാൻ അമ്മയോട് പറയണം, അമ്മ ഇതൊന്ന് പിടിക്കൂ എന്ന്. പക്ഷേ അമ്മ എന്നെ മൈൻഡ് ചെയ്തില്ല ഗൈസ്. സോ വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഇവിടെ എത്തി. ഇനിയിപ്പം ഞാൻ സംസാരിക്കാൻ ചാൻസ് കുറവായിരിക്കും, ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല. ആക്ച്വലി നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് ആർക്കും തന്നെ ഈ ക്യാമറയിൽ ഇങ്ങനെ വരാനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പലരും ഇതിൽ വരുന്നതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളവിടെ എത്തി, കുർബാനയെല്ലാം കഴിഞ്ഞു. അവിടുത്തെ വേണ്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹാളിലേക്ക് പോകുവാണ്. അവിടെ ഉണ്ടായിരുന്നു ചെറിയൊരു ചടങ്ങ്. ഈ ഒരു അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും ആയിരുന്നു വാർഷികം. ആൻറ്റി മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷവും, അങ്കിൾ മരിച്ചിട്ട് കുറച്ചധികം വർഷങ്ങളുമായി. അവിടുത്തെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു ഫുഡ് കഴിക്കൽ, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കുവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങളാണെങ്കിൽ അവരുടെ വീട്ടിൽ പോകുന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത്, നിനക്ക് എന്താണ് ഇതെന്നൊക്കെ. അപ്പോൾ അതേ വീട്ടിലെത്തിയതിന് ശേഷമുള്ള കാഴ്ചകളാണേ. പള്ളിയിലെ പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആൻറ്റിയുടെ വീട്ടിൽ വന്നു. ഇവരുടെ പുതിയ വീടായിരുന്നു. നമുക്ക് ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നിവിടെ ജസ്റ്റ് വന്ന് എല്ലാം കണ്ടും കേട്ടും പോകാമെന്നൊക്കെ ഓർക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേകതരം ഒരു അട്രാക്ഷനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ലൈക്ക്
ഇവിടുത്തെ ലൈറ്റിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഗാർഡൻ ഏരിയാസ് ആണെങ്കിലും ഭയങ്കര ഒരു അടിപൊളി സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എക്സ്ട്രീമിലി ഒരു ഇൻട്രോവേർട്ടാണ് ഇപ്പം നിലവിൽ. ഇൻട്രോവേർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാവുന്നവരുടെ അടുത്താണെങ്കിൽ ഞാൻ നന്നായിട്ട് പക്ഷെ പെട്ടെന്ന് എല്ലാവരും ഞാൻ ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ, എസ്പെഷ്യലി ഈവൻ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും പറയും, നീ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഇത്ര ഇതായിട്ട് ഇത് ചെയ്യാനൊക്കെ തോന്നുന്നു, അല്ലെങ്കിൽ ഇത്ര സംസാരിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നു. പക്ഷേ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്നും എന്താണ് ചെയ്യുന്നതും എന്ന്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത് ഉള്ളവരുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് മിണ്ടും. ഇവൻ അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ എൻ്റെ കുറച്ച് ജീവിത സാഹചര്യങ്ങളും കൂടെയാണ് എന്നെ ഇൻട്രോവേർട്ടാക്കി മാറ്റിയത്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ കോളേജ് ലൈഫിൽ കയറിയതിന് ശേഷമാണ് ഇങ്ങനെ മറ്റുള്ളവരോട് വരുമ്പോൾ. അതിന് മുമ്പൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്ത് എക്സ്ട്രീമിലി ഞാൻ മിണ്ടിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ കയറി ചൊറിഞ്ഞ് മിണ്ടാന ഒരു ടൈപ്പായിരുന്നു. പിന്നീടാണ് പല പല ജീവിത സാഹചര്യങ്ങളാണല്ലോ എല്ലാവരെയും എല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗൈസ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരുപാട് നീട്ടി വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്ളോഗ് ഭയങ്കര ഒരു ബോറായിട്ട് മാറും. നല്ല നല്ല സീക്വൻസസ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. കറൻ്റ്ലി നമ്മളിപ്പോൾ തൊടുപുഴയിലുള്ള പുളിമൂട്ടിൽ സിൽക്സിലാണ്. നമ്മളിവിടെ വന്നേക്കുന്ന ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ റീസെൻ്റായിട്ട് പർച്ചേസ് ഒരു ചുരിദാറിൽ, അതായത് അമ്മ ഇപ്പോൾ ഇട്ടേക്കുന്ന അതേ ചുരിദാറിലാണ് ഒരൊറ്റ യൂസിൽ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ കളർ ഇളകി. ഒരു കസ്റ്റമർ എന്ന നിലയിൽ അത് രജിസ്റ്റർ ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അതുപോലെ തന്നെ അവരുടെ ആ എക്സിക്യൂട്ടീവ് ലെവലിലുള്ളവർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവർ നമുക്ക് അതിന് വേണ്ട ഒരു റെമഡി തരികയും ചെയ്തു കേട്ടോ.